അനാദികാലം മുതൽ ശ്രീ ആഞ്ജനേയ ഭഗവാൻ കൃപാകടാക്ഷങ്ങൾ ചൊരിയുന്ന ദിവ്യസന്നിധിയാണ് ആലത്തിയൂർ ഹനുമാൻ കാവ്. ഈ ക്ഷേത്രം ആലത്തിയൂർ പെരും തൃക്കോവിൽ എന്ന പേരിലും അറിയപ്പെടുന്നു. സപ്തർഷികളിൽ പ്രധാനിയായ വസിഷ്ഠ മഹർഷി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്ന് സങ്കല്പിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിന് 3000 വർഷത്തെ പഴക്കം കണക്കാക്കുന്നു. മലപ്പുറം ജില്ലയിൽ തിരൂർ മുസലിയാർ അങ്ങാടിയിലുള്ള ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായ ഉദ്ദേശം ഒരാൾ പൊക്കമുള്ള ശ്രീരാമദേവന്റേതാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, ദുർഗ, സുബ്രഹ്മണ്യൻ, ലക്ഷ്മണൻ എന്നിവരുടെ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണെങ്കിലും ഈ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ഹനുമാൻ സീതയെ തിരക്കി ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് ശ്രീരാമൻ ഹനുമാന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്തത് എന്നാണ് വിശ്വാസം. ശ്രീരാമന്റെ വിഗ്രഹത്തിന് തൊട്ടടുത്തായിയാണ് ഹനുമാന്റെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. കയ്യിലൊരു ദണ്ഡും പിടിച്ച് ശ്രീരാമന്റെ വചനങ്ങൾ കേൾക്കാനെന്ന വണ്ണം മുൻപോട്ട് ചാഞ്ഞാണ് ഹനുമാൻ നിൽക്കുന്നത്. ലക്ഷ്മണന്റെ ക്ഷേത്രം ഇവിടെ നിന്ന് ഏതാനും മീറ്ററുകൾ അകലെയാണ്. ഹനുമാനും ശ്രീരാമനും സ്വകാര്യമായി സംസാരിക്കുവാനായി ലക്ഷ്മണൻ മാറി നിന്നു കൊടുത്തതാണ് എന്നാണ് വിശ്വാസം. ഇവിടെ ഹനുമാന്റെ കടലിന് മുകളിലൂടെ ലങ്കയിലേക്കുള്ള ചാട്ടത്തെ അനുസ്മരിപ്പിക്കുവാനായി ഒരു തിട്ട കെട്ടിയിട്ടുണ്ട്. ഈ തിട്ടയുടെ ഒരറ്റത്ത് കടലിന്റെ പ്രതീകമായി ഒരു വലിയ കരിങ്കല്ല് വെച്ചിട്ടുണ്ട്. വിശ്വാസികൾ ഈ തിട്ടയിലൂടെ ഓടി കരിങ്കല്ലിന് മുകളിലൂടെ ചാടുന്നു. ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചാടുന്നത് ഭാഗ്യം, ആരോഗ്യം, ദീർഘായുസ്, ധനം എന്നിവ നൽകും എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസികളുടെ എല്ലാ ദുഃഖങ്ങളും ഭയങ്ങളും മാറ്റുക മാത്രമല്ല, അവരുടെ ആഗ്രഹ പൂർത്തീകരണവും ആലത്തിയൂരിലെ ഹനുമാൻ സ്വാമി നടത്തും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ഹനുമാന് പ്രത്യേകമായി പൂജകളൊന്നും തന്നെയില്ല, നിവേദ്യം മാത്രമാണുള്ളത്. എല്ലാ പൂജകളും മുഖ്യദേവനായ ശ്രീരാമന് മാത്രമാണുള്ളത്. അവിൽ നിവേദ്യമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. രാവിലെ 9:30 അവിൽ നിവേദ്യം. സീതാന്വേഷണത്തിന് പോയ ഹനുമാന് ഭക്ഷണം ഒരു പൊതിയാക്കി ശ്രീരാമൻ നൽകിയെന്നാണ് ഐതിഹ്യം. അവിലും കദളിപ്പഴവുമാണ് ആലത്തിയൂർ ഹനുമാന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. ചിരഞ്ജീവിയായ ഭഗവാന് തികഞ്ഞ ഭക്തിയോടെ ഒരു പിടി അവിൽ നിവേദ്യം നൽകിയാൽ എന്തും നൽകുമെന്നാണ് വിശ്വാസം. കുട്ടികളുടെ ശ്വാസം മുട്ടുമാറാൻ ശ്രീരാമനെ ദർശിച്ച് ഹനുമാന് പാളയും കയറും വഴിപാട് നടത്തിയാൽ മതി എന്നും വിശ്വസിക്കുന്നു. ഗതസമർപ്പണമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാട്. വിവാഹ തടസ്സം, വിദ്യാതടസ്സം, ജോലി തടസ്സം, വ്യാപാര തടസ്സം എന്നിവ മാറിക്കിട്ടാനും ഈ വഴിപാട് വളരെ നല്ലതാണ്. ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക വഴിപാടാണിത്. നെയ്ത്തിരി സമർപ്പണം, പഞ്ചസാര പായസം എന്നിവയും ഇവിടുത്തെ വിശേഷ വഴിപാടുകളാണ്. ഭക്തി, കരുത്ത്, വിശ്വാസം, സമർപ്പണം, ഏകാഗ്രത, അനുകമ്പ എന്നിവയുടെയും സമ്പൂർണ്ണ ആത്മത്യാഗത്തിന്റെയും പ്രതീകമാണ് ആഞ്ജനേയൻ. ആലത്തിയൂർ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഭക്തരുടെ എല്ലാ അഭിലാഷങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം. ആദ്യകാലത്ത് വെട്ടത്തുനാട് രാജയുടെയും പിന്നീട് കോഴിക്കോട് സാമൂതിരിയുടെയും നിയന്ത്രണത്തിലായിരുന്നു ഈ ക്ഷേത്രം. തുലാമാസത്തിലെ തിരുവോണത്തിന് അവസാനിക്കുന്ന തരത്തിൽ 3 ദിവസമാണ് ഇവിടുത്തെ ഉത്സവാഘോഷം. മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാവാർഷികം. മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് സഹസ്ര നെയ്ത്തിരി സമർപ്പണവും കർപ്പൂര ദീപ പ്രദക്ഷിണവും നടക്കാറുണ്ട്. തുലാമാസത്തിലെ തിരുവോണ ഉത്സവത്തിന് ആഞ്ജനേയ സംഗീതോത്സവം വളരെ ഭംഗിയായി ഇവിടെ ആഘോഷിച്ചു വരുന്നു. അതിരാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. 11 മണിയോടെ നട അടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. 7 മണിയോടെ പൂജകൾക്ക് ശേഷം നട അടയ്ക്കുന്നു. ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ ഹനുമാന് പ്രത്യേകതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ ധാരാളം വിശ്വാസികൾ ഈ ക്ഷേത്രത്തിലെത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ വലിയ തിരക്കായിരിക്കും ക്ഷേത്രത്തിലുണ്ടാവുക. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ തിരൂരാണ്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനും തിരൂരാണുള്ളത്. അടുത്ത വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ദേശം 40 കിലോമീറ്റർ അകലെയാണ്.